പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. പ്രമുഖ സുവിശേഷ പ്രസംഗകൻ പോൾ ദിനകരൻ, മകൻ സാമുവേൽ ദിനകരൻ എന്നിവർക്കെതിരെ രോഗശാന്തി പ്രാർത്ഥനയുടെ പേരിൽ മഹാരാഷ്ട്രയിൽ കേസ് ഉണ്ടായിരിക്കുന്നു. മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിൽ ഈ മാസം നടന്ന മഹാരാഷ്ട്ര പ്രയർ ഫെസ്റ്റിവൽ എന്ന ഒരു വലിയ സമ്മേളനം, ജീസസ് കോൾസിന്റെ സമ്മേളനമായിരുന്നു. അവിടെ പ്രമുഖ സുവിശേഷ പ്രസംഗകനും ജീസസ് കോൾസ് ഉടമയുമായ ഡോക്ടർ പോൾ ദിനകരൻ, മകൻ സാമുവേൽ ദിനകരൻ എന്നിവർ പ്രസംഗിച്ചു. അവരുടെ പ്രസംഗത്തിനെതിരെയാണ് സാംഗ്ലി പോലീസ് അന്ധവിശ്വാസ വിരുദ്ധ നിയമപ്രകാരം കേസെടുത്തിരിക്കുന്നത്. ഈ സമ്മേളനം തടയുന്നതിന് വേണ്ടി വൻതോതിലുള്ള സംഘടിത ശ്രമങ്ങൾ നേരത്തെ തന്നെ നടന്നിരുന്നു. അതിനെ തുടർന്ന് ബോംബെ ഹൈക്കോടതിയുടെ അടിയന്തര ഇടപെടലിനെ തുടർന്നാണ് സമ്മേളനം പൂർത്തീകരിക്കുവാൻ സാധിച്ചത്. സാംഗ്ലിയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ക്രിസ്തീയ പ്രാർത്ഥനകൾ എങ്ങനെയാണ് അന്ധവിശ്വാസ വിരുദ്ധ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത്? നമുക്കൊന്ന് പരിശോധിക്കാം. 2026 മാർച്ച് 13 മുതൽ 15 വരെയാണ്, അതായത് രണ്ടാഴ്ച മുമ്പാണ് സാംഗ്ലിയിലെ കൊലാപൂർ എയർപോർട്ട് ഗ്രൗണ്ടിൽ മഹാരാഷ്ട്ര പ്രയർ ഫെസ്റ്റിവൽ എന്ന പേരിൽ ജീസസ് കോൾസിന്റെ സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടത്. ഓരോ രാത്രി യോഗങ്ങളിലും 1.5 ലക്ഷത്തിലധികം വിശ്വാസികളാണ് ഈ സമ്മേളനങ്ങളിലേക്ക് ഒഴുകിയെത്തിയത്. സമ്മേളനത്തിന് ആദ്യം അനുമതി ലഭിച്ചെങ്കിലും ചില സംഘടനകളുടെ പരാതിയെ തുടർന്ന് അവസാന നിമിഷം പോലീസ് അനുമതി റദ്ദാക്കി. ഓർക്കണം, പരിപാടികൾക്കായി ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിക്കുന്നതിന് ഫെബ്രുവരി 28 തന്നെ അപേക്ഷ നൽകുകയും മാർച്ച് 7 ചില കർശന നിബന്ധനകളോടെയാണെങ്കിലും അനുമതി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ പരിപാടിയിൽ അന്ധവിശ്വാസം പ്രചരിപ്പിക്കപ്പെടുമെന്ന് ആരോപിച്ച് മഹാരാഷ്ട്ര അന്ധശ്രദ്ധ നിർമൂൽ സമിതി എന്ന സംഘടനയും സകൽ ഹിന്ദു സമാജ് എന്ന ഹൈന്ദവ സംഘടനയും ചേർന്ന് പോലീസിനെ സമീപിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് ആദ്യത്തെ ദിവസം യോഗം നടന്നു കഴിഞ്ഞ് പോലീസ് തുടർ യോഗങ്ങൾക്കുള്ള അനുമതി റദ്ദാക്കി. എന്നാൽ സംഘാടകർ അടിയന്തരമായി ബോംബെ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയുടെ കൊലാപൂർ ബെഞ്ച് പ്രാർത്ഥനാ സമ്മേളനം തുടരാൻ അനുമതി നൽകിക്കൊണ്ട് വിധി പുറപ്പെടുവിക്കുകയുമായിരുന്നു. അങ്ങനെയാണ് പോലീസ് പ്രൊട്ടക്ഷനോടെ 2 ദിവസങ്ങൾ പിന്നീട് സമ്മേളനം സുഗമമായി നടന്നത്. കൃത്യമായ നിയമപ്രശ്നങ്ങളില്ലാതെ അബ്സ്ട്രാക്റ്റായി ഒരു അനുമതി റദ്ദാക്കുന്നത് പൗരന്റെ അന്തസ്സോടെ ജീവിക്കുവാനുള്ള അവകാശത്തെ ലംഘിക്കുന്നതാണെന്നാണ് ജസ്റ്റിസ് മാധവ് ജെ ജാംദാർ, ജസ്റ്റിസ് പ്രവീൺ എസ് പാട്ടീൽ എന്നിവരടങ്ങുന്ന ബെഞ്ച് നിരീക്ഷിച്ചത്. സമ്മേളനം വലിയ ജനപങ്കാളിത്തത്തോടെ നടന്നു. സംഘാടകരെ പോലും അത്ഭുതപ്പെടുത്തുന്ന നിലയിൽ 10,000 3 ദിവസത്തെയും യോഗങ്ങളിൽ പങ്കെടുത്തു. സമ്മേളനത്തിന്റെ 2ാം ദിവസമായ ശനിയാഴ്ച വൈകുന്നേരം സാംഗ്ലി റൂറൽ പോലീസ് സ്റ്റേഷനിലെ ഒരു കോൺസ്റ്റബിൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ലോക സമാധാനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനുമായി പ്രാർത്ഥിക്കുക എന്നതായിരുന്നു സമ്മേളനത്തിന്റെ ഔദ്യോഗികമായുള്ള പ്രഖ്യാപിത ലക്ഷ്യം. എന്നാൽ ദിനകരന്റെ സമ്മേളനങ്ങളുടെ പ്രത്യേകത നമുക്കറിയാം. രോഗശാന്തി പ്രാർത്ഥനകൾ നടക്കാറുണ്ട്. അങ്ങനെ ഇവിടെയും രോഗശാന്തി പ്രാർത്ഥനകൾ നടന്നു. ചില രോഗസൗഖ്യങ്ങൾ ഇവിടെ ഉണ്ടായി. രോഗസൗഖ്യം ലഭിച്ച ചിലർ സാക്ഷ്യങ്ങൾ പറഞ്ഞു. ഇത് വലിയ വിവാദമായി മാറി. അത് കാണിച്ചുകൊണ്ടാണ് കേസ് ഉണ്ടായിരിക്കുന്നത്. പോലീസ് രജിസ്റ്റർ ചെയ്ത FIRൽ പ്രധാനമായും അന്ധവിശ്വാസ വിരുദ്ധ നിയമത്തിലെ സെക്ഷൻ 3(2) ആണ് ചുമത്തിയിരിക്കുന്നത്. സമ്മേളനത്തിലെ വേദിയിൽ വന്ന ചിലരുടെ സാക്ഷ്യങ്ങളാണ് ഈ കേസിലേക്ക് നയിച്ചിരിക്കുന്നത് എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. 4ാം ഘട്ടത്തിൽ എത്തിയ ഒരു ക്യാൻസർ രോഗി തൻ്റെ രോഗം ഭേദമായെന്ന്, അത് പ്രാർത്ഥനയിലൂടെ രോഗം ഭേദമായെന്ന് അവിടെ ഒരു പ്രഖ്യാപനം നടത്തി. അതുപോലെ തന്നെ പഠനത്തിൽ വലിയ മാർക്ക് നേടിയെന്ന് ഒരാൾ അവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. ഇതൊക്കെ തന്നെ ശാസ്ത്രീയമായി തെളിവുകളില്ലാതെ പ്രചരിപ്പിക്കുന്ന അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയിൽ കേസുകൾ വന്നിരിക്കുന്നത്. BNS ഇതിനോടുകൂടെ BNSലെ 223, 3(5) എന്നീ വകുപ്പുകളും ചേർത്താണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മഹാരാഷ്ട്ര അന്ധവിശ്വാസ വിരുദ്ധ നിയമത്തെക്കുറിച്ച് കൂടെ നാം ഇക്കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. സാമൂഹ്യ പ്രവർത്തകനായിരുന്ന ഡോക്ടർ നരേന്ദ്ര ദാഭോൽക്കറുടെ പരിശ്രമത്തിൻ്റെ ഫലമായി 2013 നിലവിൽ വന്ന നിയമമാണിത്. നരബലി, ക്രൂരമായ ആചാരങ്ങൾ, ചൂഷണം ലക്ഷ്യമിട്ടുള്ള മന്ത്രവാദങ്ങൾ എന്നിവ തടയുകയാണ് ഈ നിയമത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം. എന്നാൽ ഈ നിയമം ഒരു മതത്തിനും എതിരല്ലെന്ന് അതിൻ്റെ ശില്പികൾ അന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ നിയമത്തിലെ 12ാം വകുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓർക്കുക, വീടുകളിലോ സഭകളിലോ ആരാധനാലയങ്ങളിലോ നടത്തുന്ന പ്രാർത്ഥനകൾ, പൂജകൾ, മതപരമായ ഇതര ചടങ്ങുകൾ എന്നിവയെ ഈ നിയമം ബാധിക്കില്ല എന്ന് അവിടെ എഴുതി വച്ചിരിക്കുകയാണ്. പ്രാർത്ഥനയിലൂടെ ശാരീരികമോ സാമ്പത്തികമോ ആയ ഉപദ്രവങ്ങൾ ഉണ്ടാകാത്തിടത്തോളം പ്രാർത്ഥന കുറ്റകരമല്ലെന്ന് നിയമം വ്യക്തമാക്കുന്നുണ്ട്.
യേശുക്രിസ്തു രോഗശാന്തി നൽകുമെന്നുള്ളത് വിശ്വസിക്കുക എന്നതൊരു ക്രിസ്ത്യാനിയുടെ മൗലികാവകാശമാണ്. ഭരണഘടനയുടെ 25-ാം അനുച്ഛേദം മതം പ്രചരിപ്പിക്കാനും അത് പ്രയോഗിക്കാനും വിശ്വസിക്കുവാനും ഒക്കെയുള്ള അധികാരം നമുക്ക് നൽകുന്നുണ്ട്. എന്നാൽ വിശ്വാസത്തെയും പ്രാർത്ഥനയെയും ഒക്കെ ഒരു കച്ചവടമായോ ചൂഷണമായോ മാറ്റരുതെന്ന ഉത്തരവാദിത്വം സഭയ്ക്കും സുവിശേഷ പ്രസംഗകർക്കും ഉണ്ട് എന്നുള്ള കാര്യവും നമ്മൾ മറക്കണ്ട. സത്യത്തിൽ ശാസ്ത്രീയമായ ചികിത്സാ രീതികൾ അവലംബിക്കുന്നതിനെ ക്രിസ്ത്യാനികൾ എതിർക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയിൽ തന്നെ ആതുര ശുശ്രൂഷ രംഗത്ത് സ്തുത്യർഹമായ സേവനമനുഷ്ഠിക്കുന്ന 10,000-കണക്കിന് ഡോക്ടർമാരും ലക്ഷക്കണക്കിന് നേഴ്സുമാരും ധാരാളം ആതുരാലയങ്ങളും ക്രൈസ്തവ സമൂഹത്തിൻ്റെതായുണ്ട്. സുവിശേഷ പ്രവർത്തനങ്ങൾ പലപ്പോഴും പ്രതിബന്ധങ്ങളെ നേരിടേണ്ടി വരുമെങ്കിലും രാജ്യത്തെ നിയമങ്ങൾ മാനിച്ചും ശാസ്ത്രീയ അവബോധം ഉയർത്തിപ്പിടിച്ചും മുന്നോട്ട് പോകാൻ നമുക്ക് കടമയുണ്ട്. നമ്മൾ ആ നിലയിലാണ് മുന്നോട്ട് പോകുന്നതും. ഈ നിയമ പോരാട്ടം സത്യത്തിൻ്റെ വിജയത്തിൽ അവസാനിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. രാജ്യത്തുടനീളം ക്രൈസ്തവർക്കെതിരെ വളരെ സംഘടിതമായ നീക്കങ്ങൾ നടന്നു വരികയാണ്. BJP ഭരിക്കുന്ന 12 സംസ്ഥാനങ്ങൾ ഇതിനകം കഠിനമായ ശിക്ഷകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മതപരിവർത്തന നിരോധന നിയമങ്ങൾ പാസാക്കി കഴിഞ്ഞു. അക്കൂട്ടത്തിൽ ഏറ്റവും ഒടുവിലത്തേത് ഈ മാസത്തിൽ തന്നെ മഹാരാഷ്ട്ര സർക്കാരാണ് പാസാക്കിയത്. 10 വർഷം വരെ തടവാണ് ഒരാളെ മതം മാറ്റിയാൽ ഉണ്ടാകുന്ന. അതായത് ഒരാൾ കൊലപാതകം നടത്തുന്നത് പോലെയോ മോഷണം നടത്തുന്നത് പോലെയോ അഴിമതി നടത്തുന്നത് പോലെയോ ഒക്കെ ഒരു വലിയ കുറ്റമായിട്ടത് മാറുകയാണ്. സാംഗ്ലിയിലേതുപോലുള്ള മെഗാ ക്രൂസൈഡുകളോ പബ്ലിക് പ്രോഗ്രാമുകളോ സംഘടിപ്പിക്കുവാൻ അനുമതികൾ നൽകാൻ ഇപ്പോൾ സർക്കാരുകൾ തയ്യാറാകുന്നില്ല. അതുപോലെ തന്നെ അനുമതി നൽകിയ ശേഷം അവസാന നിമിഷം അനുമതി ക്യാൻസൽ ചെയ്യുന്ന രീതിയും വ്യാപകമാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ സംഘാടകർക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. സാംഗ്ലിയിൽ അവസാന നിമിഷം പോലീസ് അനുമതി നിഷേധിച്ചെങ്കിലും കോടതി അനുകൂല നിലപാടെടുത്തു എന്നുള്ളത് ഏറ്റവും പ്രശംസാർഹമായ കാര്യമാണ്. സാംഗ്ലിയിലേതിന് സമാനമായ ഒരു സംഭവം കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ കർണാടകയിലെ ഉടുപ്പിയിൽ നടന്നു. അവിടെ മോഹൻ സി ലാസറസ് പ്രസംഗിക്കുന്ന സമ്മേളനത്തിന് പോലീസ് അനുമതി നൽകി. ഒടുവിൽ അതിൻ്റെ അവസാന ദിവസങ്ങളെത്തിയപ്പോൾ ചില ഹിന്ദു സംഘടനകൾ എതിർപ്പുമായി വന്നു. പോലീസ് അനുമതി പിൻവലിച്ചു. അവിടെയും സംഘാടകർ കോടതിയെ സമീപിച്ചു. കോടതി അനുമതി നൽകുകയും സമ്മേളനത്തിന് പോലീസ് പ്രൊട്ടക്ഷൻ നൽകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അങ്ങനെ വലിയ പോലീസ് പ്രൊട്ടക്ഷനോടെയാണ് സമ്മേളനം നടന്നത്. സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ 10,000-ലധികം ആളുകൾ അവിടെ പങ്കെടുത്തു. അങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മീറ്റിംഗ് തടയാനായിട്ട് ഹിന്ദു സംഘടനയുടെ ഈ കേസൊക്കെ കൊടുത്ത സംഘടനകളുടെ പ്രവർത്തകർ എത്തി. പക്ഷേ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റി അവരെ ജയിലിലടച്ചു എന്നുള്ളതും നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. ഏതായാലും രാജ്യത്ത് സുവിശേഷ പ്രചരണത്തിനെതിരെ, സുവിശേഷ സമ്മേളനങ്ങൾക്കെതിരെ, സുവിശേഷ പ്രവർത്തനങ്ങൾക്കെതിരെ അതിശക്തമായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ വളരെ ശക്തമായി ഉപയോഗിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവർക്കെതിരായ വലിയ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ അവസാനത്തെ തെളിവുകളിലൊന്നാണ് പോൾ ദിനകരനും മകനുമെതിരെയുള്ള അന്ധവിശ്വാസ നിരോധന നിയമപ്രകാരമുള്ള കേസ്. ആ കേസിൽ നീതിയുക്തമായ വിധിയുണ്ടാകട്ടെ, അനുകൂലമായ വിധിയുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തും.